നാം ഇപ്പോൾ എലിബത്ത് അതേത് സില്ലുബയ്യൻ മെഷീനുമായി ബന്ധപ്പെട്ട ചില പ്രധാന ട്രബിൾ ഷൂട്ടിംഗ് ഘടകങ്ങൾ പരിശോധിക്കും. ബോബിൻ തരം ചെയ്യുമ്പോൾ തൂണിന്റെ സ്പൂളിൽ നിന്നു പാലിക്കേണ്ട ഒരു വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് ആദ്യം നിങ്ങൾ തൂണ് തിരിക്കേണ്ടത്. ബോബിനോട് ഫിക്സ് ചെയ്യുന്നതിനു മുമ്പായി തൂണിനെ ആ ബോബിന്റെ ചുറ്റി 4 മുതൽ 5 തവണ തിരിക്കേണ്ടത്. മാത്രപരമായി മെഷീൻ ഇതിനകം തൂണ് ഉണ്ടെങ്കിൽ നമ്മൾ അതിനെ വേഗം തൂണിനെ മുറിക്കേണ്ടതുണ്ട്. ബോബിൻ തരം ചെയ്യാൻ ആരംഭിക്കുന്നതിനു മുമ്പ് ബോബിൻ സ്ഥാപിക്കുമ്പോൾ മെഷീനിൽ സ്ഥാപിക്കേണ്ട ഷാഫ്റ്റോയിൽ ബോബിൻ ആദ്യം ഷാഫിൽ നന്നായി നിൽക്കണം, തുടർന്ന് സ്പ്രിംഗ് ചേർത്ത് പിന്നീട് മെഷീനിൽ ശരിയായി സ്ഥാപിക്കണം. അതു യാതൊരു വിധത്തിലും വിരുദ്ധമായ കാര്യവും അല്ല. മെഷീൻ ഫലപ്രദമായി പ്രവർത്തിക്കാൻ അതിന് വലിയ ശ്രദ്ധിക്കുക. മെഷീൻ തരം ചെയ്യുമ്പോൾ തൂണ് കണ്ണിന്റെ ചക്രത്തിൽ ഇടയ്ക്ക് കടക്കേണ്ടത് ആണ്. ഇത് ശരിയായ ദൃശ്യപരീക്ഷണത്തിന് അനിവാര്യമാണ്. അതിനുള്ള 2 വശങ്ങളിലും ചെറിയ ഇടങ്ങൾ ഉണ്ട്. ഇത് ഘടനയുടെ സ്ഥിരതയെ കൂടുതൽ ശക്തിപ്പെടുത്തുന്നു. തേനു ആ പ്രദേശങ്ങളിൽ സുരക്ഷിതമായി അടിയന്തരമായി കടക്കേണ്ട കണ്ണിന്റെ വൃത്തത്തിലൂടെ മാത്രം കടക്കേണ്ടതാണ്. അടുത്തായി ഒരു ടെൻഷൻ സ്ക്രൂ ഉണ്ട്. സാധാരണയായി ഉൽപ്പന്നം നിങ്ങൾക്ക് എത്തിക്കുന്നതിലെ ഡിഫോൾട്ട് സെറ്റിംഗ് മാറ്റേണ്ടതില്ല. ഇത് എല്ലാ സ്റ്റാൻഡേർഡ് വസ്ത്രങ്ങളോടും അനുയോജ്യമാണ്. വസ്ത്രത്തിന്റെ തടിത്തം മാറ്റുന്നതുവരെ നിങ്ങൾക്ക് യാതൊരു ക്രമീകരണവും മാറ്റേണ്ടതില്ല. ഹാൻഡ് വീൽ കുത്ത് ആരംഭിക്കുന്നതിന് മുമ്പ് ഹാൻഡ് വീൽ ശരിയായി ഉപയോഗിക്കണം. നിങ്ങൾ അത് 2 അല്ലെങ്കിൽ 3 തവണ തിരിക്കണം. ഘട്ടസമയത്തോടനുസൃതമായി അല്ലെങ്കിൽ വിരുദ്ധമായി. അതിനെ വസ്ത്രത്തിൽ ശരിയായി കൃത്യമായി വെച്ച് കുത്ത് പ്രക്രിയ ആരംഭിക്കണം, അല്ലെങ്കിൽ തേനു പൊട്ടിപ്പോകും. കുത്തൽ യന്ത്രത്തിൽ തേനു ഇടുന്നതിന് ശേഷം ഏകദേശം 4 ഇഞ്ച് തേനു വിടിക്കൊള്ളാം. അതുവഴി സ്വിംഗ് കാര്യക്ഷമമായി നടക്കും. യന്ത്രത്തിൽ ബോബിൻ ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ ബോബിൻ ഷാഫ്റ്റിൽ സുതാര്യമായി ചുറ്റുന്നതാണ് ഉറപ്പുവരുത്തേണ്ടത്. അതിലൂടെ തന്തി സ്വതന്ത്രമായി നീങ്ങും, അല്ലെങ്കിൽ തന്തി നശിക്കാം. അങ്ങനെ ബോബിൻ തടസ്സപ്പെടുകയാണെങ്കിൽ അതിനെ താഴത്തെ ബോബിനായി ഉപയോഗിക്കാം. സെയിങ് മെഷീൻ തന്ത്രിയിടുമ്പോൾ വളരെ നീണ്ട തന്തി ഉപയോഗിക്കരുത്. കൂടാതെ പിന്നീട് മെഷീനിൽ തന്തി ഇടാൻ ശ്രമിക്കുമ്പോൾ നിങ്ങൾ അത് ഫലപ്രദമായി നടത്താൻ കഴിയില്ല. പ്രക്രിയ വേഗപ്പെടുമ്പോൾ ബോബിനിൽ നിന്ന് അധിക തന്തി പിടിക്കാനായി സാധാരണ വലിപ്പമുള്ള തന്തി ഉപയോഗിക്കുക. ഈ ഘട്ടങ്ങൾ മെഷീൻ ഫലപ്രദമായി ഉപയോഗിക്കാൻ സഹായിക്കും. നന്ദി.